കാലങ്ങൾ കഥ മാറ്റിവെക്കില്ല. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയവരായാലും അവരെ ദ്രോഹിച്ചവരോടുള്ള കാലത്തിനൊരു കഥയുണ്ട്. ആ കഥ കാലം തെളിയിക്കും. നിരുപാധികമായി നാം ഒരാളെ ദ്രോഹിച്ചാൽ, വേദനിപ്പിച്ചാൽ അതിൻ്റെ പരിണിത ഫലം നാം അറിയാതെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ജീവിതത്തിൻ്റെ മാർഗത്തിനുമായി വീടാന്തരം ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ മൂത്ത മകൾക്ക് ഒരു നല്ല അഡ്മിഷൻ എടുക്കുവാൻ പോലും പൈസയില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വീടുകളിലെ പാത്രങ്ങൾ കഴുകിയും തുണി അലക്കിയും വീടുകൾ അടിച്ചുവാരി തൂത്തും തുടച്ചുമൊക്കെ പണം സമ്പാദിച്ച ഒരു സ്ത്രീ. അവൾ ജോലിക്കായി ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അല്പം താമസിച്ചാൽ, എന്തെങ്കിലും കൈപ്പിഴകൾ വന്നാൽ, എന്തെങ്കിലും കാരണത്താൽ വരാതിരുന്നാൽ അവളെ മാനസികമായി വാക്കുകൾ കൊണ്ട് കുത്തിവേദനിപ്പിക്കുന്ന യജമാനത്തിമാർ. ഒരിക്കൽ ആ സ്ത്രീയുടെ മകൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതിനുള്ള പൈസ പോലും ഇല്ലാതിരുന്നപ്പോൾ ജമാനത്തിയോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരഡ്മിഷൻ എടുക്കുവാനാണ് എൻ്റെ ശമ്പളം, എനിക്ക് തന്നുകൂടെ? ആ സ്ത്രീ ആക്രോശിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട് അവളെ തരം താഴ്ത്തി സംസാരിച്ചു. കൂലിപ്പണിക്കാരിയുടെ മക്കളെന്നും കൂലിപ്പണിക്കാരി ആയിരിക്കണം. അവളെ കൂടി ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സുഖമായി ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? അങ്ങനെ അവൾ പൈസ കൊടുത്തില്ല. അവർ വളരെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി അവിടെ വീണ്ടും പണി ചെയ്തു. ഒടുവിൽ മറ്റാരുടെയൊക്കെയോ സഹായത്താൽ ആ കുഞ്ഞിന് അഡ്മിഷൻ ലഭിച്ചു. അവിടെ പഠനങ്ങൾ ഓരോ വർഷങ്ങളിലായി കടന്നുപോയി. ഉപരിപഠനങ്ങൾ നടന്നു. അപ്പോഴേക്കും ഈ വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുവാൻ സാധിക്കാതെ ആ ജോലിയും അവൾ നിർത്തി. ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം ഉടുത്തുരുങ്ങി ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അവളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. സൂക്ഷിച്ച് ആ യജമാനത്തി നോക്കിയപ്പോൾ അവൾ നല്ല ശോഭയുള്ള മുഖത്തോടെ, പുഞ്ചിരിയോടുകൂടി അവൾ കയറി വരുന്നു. യജമാനത്തി പറഞ്ഞു, ഇരിക്കൂ സരളെ, നീ ഇരിക്കൂ എന്ന് വളരെ നിർബന്ധിച്ചിട്ടും സരള എന്ന ആ വേലക്കാരി സ്ത്രീ അവിടെ ഇരുന്നില്ല. അവരെ കൈപിടിച്ച് വീടിൻ്റെ യജമാനത്തി അവരുടെ ആ സിറ്റ് ഔട്ടിലിരുത്തി. തുടർന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സരളയുടെ മകൾ പഠിച്ച് ഒരു ഉന്നത നിലയിലെത്തി, അതും സബ് കളക്ടറായിട്ട്. ആ ഉദ്യോഗ പ്രവേശനത്തിന് പോകുന്നതിന് മുൻപ് ഈ വീട്ടുകാരോട് വന്ന് വാക്ക് പറഞ്ഞ് ആ സന്തോഷം അറിയിക്കുവാനാണ് വന്നത്. അപ്പോഴാണ് അറിയുന്നത്, ആ യജമാനത്തിയുടെ മകൾ വഴിപിഴച്ച ജീവിതത്തിലൂടെ വേണ്ടാത്ത ബന്ധത്തിൽ പ്രവേശിച്ച് അവൾ വഴിവിട്ടു പോയി, കുടുംബത്തിൽ പ്രവേശിക്കാതെ. പ്രിയരെ, വേലക്കാരിയുടെ മകൾ ഉന്നത നിലയിലെത്തിയപ്പോൾ അവളെ ആക്രോശിച്ച്, വേദനിപ്പിച്ച്, ചവിട്ടിത്താഴ്ത്തി, അപമാനിച്ച്, ദേഹോപദ്രവമേൽപ്പിച്ച് കരയിച്ചിറക്കി വിട്ട അവൾ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. ഓർക്കുക, ആരെയും അവരുടെ നിറമോ ഗുണമോ അല്ലെങ്കിൽ അവരുടെ
ജീവിത നിലവാരങ്ങളെയോ വെച്ച് നമ്മൾ ഒരിക്കലും ഒരുത്തർക്കും വേദന സൃഷ്ടിക്കരുത്, ഭാരം ഉണ്ടാക്കരുത്, പുച്ഛിച്ച് തള്ളരുത്. ഓർക്കണം, കാലം കഥ തീർക്കുന്ന ഒരു നാൾ വരും. ലോകം ആർക്കും കടക്കാരനല്ല. ഒന്നുകൂടി ഓർക്കുക, ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ കണ്ണീരൊപ്പുവാൻ ഹോവയായ ദൈവം മാത്രമേ കൂടെ ഉണ്ടാകുകയുള്ളൂ. നമുക്കും സാധുക്കളെ അനുഗ്രഹിപ്പാനും സഹായിപ്പാനും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുവാനും അവരുടെ കണ്ണുനിരപ്പുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശുഭ ദിനം കൂടി നേരുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.